പാർത്ത, ഈ നെക്ക് ട്വിസ്റ്റ് മസാജ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ തന്നെ പല മസാജിങ് സെൻറ്റേഴ്സിലൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ഇപ്പം നടക്കുന്ന പുതിയ വരുന്ന വിവരങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യാൻ അറിയാത്ത ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇവർ പല ആളുകളുടെയും ജീവന് അപകടം വരുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രമുഖ നടി മരണപ്പെട്ടിരിക്കുകയാണ്. ഗായികയും നടിയായിട്ടുള്ളൊരു സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നത് നെക്ക് ട്വിസ്റ്റ് മസാജ് ചെയ്തതിലൂടെയാണ് അവരുടെ മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അതായത് കേരളത്തിലടക്കം ഇപ്പം നിരവധിയായിട്ടുള്ള മസാജിങ് പാർലറുകളുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ നോർമലായിട്ട് മുടി വെട്ടുന്ന ഹെയർ സ്റ്റൈൽ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മസാജിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് കഴുത്ത് നന്നായി മസാജ് ചെയ്തതിന് ശേഷം കഴുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പൊട്ടിക്കുന്ന ആ ഒരു രീതിയുണ്ട്. യഥാർത്ഥത്തിൽ ഇത് എത്രമാത്രം അപകടകരമാണ് എന്ന് പലപ്പോഴായിട്ട് ഡോക്ടർമാരും ആളുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തെളിയിക്കുന്ന വിധത്തിലുള്ള പല സംഭവങ്ങളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു സംഭവമാണ് ഇപ്പം ഈ മസാജുകളുടെ കേന്ദ്രമാണല്ലോ തായ്ലൻഡ് എന്ന് പറയുന്ന സ്ഥലം മസാജുകളുടെ കേന്ദ്രമാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഗായിക ചെയാദോ പ്രാവോ എന്നാണ് അവരുടെ പേര്. അവരൊരു നടിയുമാണ് അവിടെ. പക്ഷേ പോപ്പുലർ എന്ന് പറയുന്നത് അവർ ഗായിക എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഇവർ അവിടുത്തെ ഒരു മസാജ് സെൻറ്ററിൽ പോകുന്നു, മസാജ് പാർലറിൽ പോകുന്നു. അവിടെ ഈ മസാജ് ചെയ്യുന്നു. അതിനുശേഷം ഈ നെക്ക് ട്വിസ്റ്റ് ഇത് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു. പക്ഷേ ഇവരിത് പഠിച്ച ഒരാൾ കൂടിയാണ്, അതായത് ഈ തായ് മസാജ് പഠിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ പക്ഷേ അവർക്ക് അതിലൊരു ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടില്ല. പക്ഷേ ഇതുകൊണ്ടാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ വീണ്ടും വേദന വർദ്ധിച്ചപ്പോൾ വീണ്ടും ഇവർ പാർലറിലേക്ക് പോകുന്നു. ആ സമയത്തും ഇതേ സംഭവം ആവർത്തിക്കുന്നു. അതോടുകൂടി ഇവർക്ക് കഴുത്തനക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. നീര് വരുന്നു ശരീരം മുഴുവൻ. പെട്ടെന്ന് ബ്ലഡിൽ ഇൻഫെക്ഷൻ വരുന്നു. തലയിൽ ബുദ്ധിമുട്ട്, കടുത്ത തലവേദന അനുഭവപ്പെടുന്നു. അങ്ങനെ ഇവർ കുഴഞ്ഞു വീഴുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചപ്പോൾ തലച്ചോറിൽ വലിയ വീക്കം ഉണ്ടായിരിക്കുന്നു. അതെ, തലച്ചോറിൽ വലിയ വീക്കം ഉണ്ടായിരിക്കുന്നു. ബ്ലഡിൽ അണുബാധ ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴുത്തിൻ്റെ പ്രധാനപ്പെട്ട നെർവ്സും കശേരുക്കളും ഉൾപ്പെടെയുള്ളവയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് സംഭവിച്ചത് ഈ ഒരു ഈ മസാജിൽ, കഴുത്ത് വെട്ടിക്കൽ മസാജിലൂടെ സംഭവിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ മുടി മുറിക്കാനായിട്ട് ബാർബർ ഷാപ്പിലേക്ക് പോകുമ്പം ചില ബംഗാളികൾ വെട്ടിയതിന് ശേഷം ഇത്തരം രീതിയിലുള്ള മസാജ് വേണോ എന്ന് നമ്മളടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം അത്തരം രീതിയിൽ ബാർബർ ഷോപ്പുകളടക്കം ഈ രീതിയിലുള്ള മസാജ് ചെയ്യുന്ന സംവിധാനങ്ങൾ നിലവിൽ കേരളത്തിലടക്കമുണ്ട്. കൂടുതലും ബംഗാളികളാണ് ഇത് ചെയ്യുകയും ചെയ്യുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ ഇത്തരം രീതിയിലുള്ള ഒരു മസാജ് ഇതിന്റെ വിധേയമായതിനു ശേഷം മരണപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗുരുതരമായിട്ടുള്ള, ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ പ്രകാരമാണോ ഇത്തരം ആളുകളെ ഇവിടെ നിയമിക്കുന്നത്, ഇവർക്കിത് ചെയ്യാൻ അറിയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത് സംഭവിച്ചത് തായ്ലാൻഡിലാണ് സംഭവിച്ചതെങ്കിൽ നാളെ ഇത് നമ്മളെ കേരളത്തിൽ വരെ ഇത്തരം രീതിയിലുള്ള മരണങ്ങൾ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഈ കൊച്ചിയിലടക്കം അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിരവധി മസാജ് സെന്ററുകൾ കൂണുപോലെ നിയമപരമായിട്ടും നിയമവിരുദ്ധമായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പിന്നെ അവിടെയൊന്നും കഴുത്ത് വെട്ടിക്കലല്ലാതെ നടക്കുന്നത്. അതുകൊണ്ട് പിന്നെ അത്തരം വേറെ ആവശ്യങ്ങൾക്കാണ്. അല്ല, അത് നടക്കട്ടെ, അത് അവരുടെ പ്രൈവസിയാണ്. ഞാൻ അതിലൊന്നും പറയുന്നില്ല. കാരണം ഇത്രയും ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു നാട്ടിൽ അങ്ങനെയെങ്കിലും കുറച്ച് ശമനം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ആ കാര്യം നമുക്ക് വേറൊരു ചർച്ച ഞാൻ സൂചിപ്പിച്ചു. മസാജ് പാർലർ വേണമെന്നാണ് വാർത്തൻ്റെ അഭിപ്രായം. തീർച്ചയായും മസാജ് പാർലറൊക്കെ നിന്നോട്ടെ. അതൊന്നും വാണിഭം നടത്തരുത്. അതായത് പെൺവാണിഭവും റേപ്പും അല്ലാത്ത ഏത് കാര്യത്തിലും ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ചേർന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഈ ലൈംഗിക ദാരിദ്ര്യം തീരുന്ന വിധത്തിൽ ഒരു സമീപനം ഉണ്ടാകുകയാണ് അത് ഏറ്റവും മികച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൈംഗിക ദാരിദ്ര്യം നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം സ്ഥലങ്ങളെ തേടിയിട്ട് ആളുകൾ ചെല്ലുകയും ചെയ്യുന്നുണ്ട്. ലൈംഗിക വൃത്തി ഒരു തെറ്റല്ല എന്ന് സർക്കാർ തന്നെ, കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോത്തൽ, പിമ്പിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഏജന്റ് വഴി മുഖേന ഇത്തരം പരിപാടികൾ നടത്തുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമാണ് എന്നും കൂടിയുണ്ട്. അതെ, വളരെ കൃത്യമാണ്. ആ ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, ഈ പറയുന്ന ഈ പാർലറുകളിൽ അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ മസാജിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മസാജിങ് കോഴ്സുകൾ, തിരുമ്മൽ കോഴ്സുകൾ, ആയുർവേദത്തിൻ്റെ ഭാഗമായിട്ട് തിരുമ്മൽ കോഴ്സുകൾ നടക്കുന്നുണ്ട്.
അതുപോലും എത്രത്തോളം പിന്നെ യാഥാർത്ഥ്യത്തോടെയാണ് പഠിപ്പിക്കുന്നത് എനിക്ക് വളരെ സംശയമുണ്ട്. കാരണം 3 മാസത്തെ കോഴ്സൊക്കെയാണ് ചില കോഴ്സുകളുള്ളത്. അതിൽ തന്നെ പിന്നെ എന്താണ് ഈ നമ്മുടെ ശരീരത്തിൻ്റെ മർമ്മം അതായത് കളരി ചികിത്സയിലും ആയുർവേദ പാരമ്പര്യ ചികിത്സകളിലുമൊക്കെ അവർ വർഷങ്ങളോളം നിന്ന് പഠിച്ച് കൈ തൊട്ടാൽ മർമ്മം അറിയുന്ന ആളുകളാണ്. അത്തരം ആളുകളാണ് എന്ത് ചെയ്യുന്നത് അത് നട്ടെല്ല് എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമാണ്. സുഷുമ്നാ നാഡിക്ക് ഒരു പരിക്ക് പറ്റിയാൽ അതോടെ കഴിഞ്ഞു മനുഷ്യൻ്റെ ജീവിതം. കൈ തളരാം, കാല് തളരാം, മരണം സംഭവിക്കാം, ഈ അണുബാധ ഉണ്ടാകാം, എല്ലാം കഴിഞ്ഞു. ഒരൊറ്റ നിമിഷം മതി. ഇത് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ കഴുത്തെന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ മർമ്മമാണ്. മാത്രമല്ല ഈ ഭാഗം, അതായത് ഈ പറയുന്ന ഈ പൊന്തി നിൽക്കുന്ന ആർട്ടറി പറയുന്ന ഭാഗമുണ്ട്. ഈ ഭാഗം ഹാർട്ടിൽ നിന്ന് മെയിനായിട്ട് തലച്ചോറിലേക്ക് രക്തം കൊണ്ടുപോകുന്ന പിന്നെ പ്രധാനപ്പെട്ട എന്താണ് ബ്ലഡ് വെസലാണ്, അതായത് രക്തക്കുഴലാണ്. ഈ കഴുത്ത് വെട്ടിക്കുന്ന സമയത്ത് ഈ രക്തക്കുഴൽ ഒന്ന് ചുരുങ്ങിയാൽ മതി, സ്പോട്ടിൽ തലച്ചോറിലേക്ക് പിന്നെ ഓക്സിജൻ എത്താതെ ബ്ലഡ് എത്താതെ ആളുകൾ മരണപ്പെടും. രണ്ടാമത്തത് ഈ പറയുന്ന കുറച്ചു നേരം നമ്മൾ ഇപ്പം ഞാനും ഗതുമൊക്കെ നമുക്കറിയാം, ഈ സിസ്റ്റത്തിന് മുമ്പ് സ്ഥിരമായി ഇരിക്കുന്ന ആളുകൾ, സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ കഴുത്തിന് ബുദ്ധിമുട്ട്, വേദന സഹിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. ഈ പിന്നെ എന്താണ് ഈ ഡിസ്ക് ബൾജിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ തരത്തിൽ പോലും വലിയ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കഴുത്ത് തിരിക്കുന്നത്. ഈ കഴുത്ത് തിരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള, അതായത് ഓരോ ഡിസ്കും ഓരോ ഞരമ്പും അതിൻ്റെ ഉള്ളിലുള്ള ഈ എന്താണ് ഈ ഉള്ളിൽ ഓരോ കൊഴുത്ത ദ്രാവകമുണ്ട്. ഇതൊക്കെ പൊട്ടുന്ന വിധത്തിലേക്കായിരിക്കും നോർമലി നിൽക്കുന്ന ഒരു കഴുത്തിനെയാണ് ഇവർ വെട്ടിച്ചിട്ട് മറുഭാഗത്തേക്കാക്കുന്നത്. അതായത് ഈ കഴുത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു എനർജി സെൻ്ററാണ് യഥാർത്ഥത്തിൽ ഈ കഴുത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എനർജി പലപ്പോഴും നമ്മൾ നിരന്തരമായിട്ട് ഈ കമ്പ്യൂട്ടറിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടേ നിരന്തരം ഇരിക്കുമ്പോൾ എനർജി ബ്ലോക്ക് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് എനർജി ഈ കഴുത്തിൻ്റെ ഇവിടെയാണ് കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴുത്ത് എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ എനർജിയെ കുറച്ചും കൂടി ഒന്ന് കൃത്യമാക്കുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം രീതിയിലുള്ള ഈ മസാജിങ്ങുകളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇത് ചെയ്യാൻ കൃത്യമായിട്ട് അറിയാത്ത ആളുകളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്. ദുരന്തം അത് തന്നെയാണ്. മാത്രമല്ല നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ബ്രെയിനിന് ഇങ്ങനെ പ്രശ്നം കൊടുത്തു, അതായത് ബ്രെയിനിന് വലിയ രീതിയിൽ സ്ട്രെസ്സ് കൊടുത്തുകൊണ്ടിരുന്നാൽ ബ്രെയിന് ക്ഷീണിക്കും. ബ്രെയിനും നെർവുകളും ക്ഷീണിക്കുമ്പോൾ ബ്രെയിൻ താരതമ്യേന നമ്മുടെ രക്തോട്ടം കുറച്ചിടും. അതായത് ബ്രെയിൻ വർക്ക് ചെയ്യാതിരിക്കാൻ, ബ്രെയിനിന് ഒരു പരിധിയിൽ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ബ്രെയിനിനറിയാം ഇവന് വിവരമില്ലെങ്കിലും എൻ്റെ കാര്യം എനിക്ക് നോക്കണമെന്നുള്ളത് ബ്രെയിൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് ബ്രെയിന് രക്തോട്ടം കുറച്ചിടുകയും നമ്മൾ ഉറക്കത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ക്ഷീണം വരികയോ ഒക്കെ ചെയ്യും. അപ്പോൾ ആ സ്ട്രെയിൻ ഇങ്ങനെ സ്ഥിരമായി നിൽക്കുകയാണ്. അപ്പോൾ അതിനെ ഒന്നും മറികടക്കാനാണ് നമ്മൾ ഈ പറയുന്ന മസാജ് ചെയ്യുന്നത്. മസാജ് ചെയ്യുമ്പോൾ രക്തോട്ടം കൂടുകയും നമുക്ക് ആ എനർജി തിരിച്ചു വരികയും ചെയ്യും. പക്ഷെ അതിലൂടെ ശരീരം നൽകുന്ന ഒരു സിഗ്നലുണ്ട്, നിങ്ങൾ വിശ്രമിക്കണം എന്ന സിഗ്നലാണ് ആ കൊടുക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ ഇത്തരം മസാജുകൾ ചെയ്തുകൊണ്ട് എന്താണ് ആർട്ടറി എന്താണെന്ന് അറിയില്ല, നെർവ്സ് എന്താണെന്ന് അറിയില്ല, പിന്നെ ഈ പറയുന്ന എന്താണ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് സുഷുമ്നാ നാഡിയുടെ പ്രവർത്തനം എന്താണെന്ന് അറിയില്ല. ഇതൊന്നും അറിയാതെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഡോക്ടർമാർ പോലും യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് നിൽക്കാറില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ എല്ലുകൾ പൊട്ടുന്ന സമയത്ത് ആ എല്ലുകൾ പിടിച്ചിടുന്നൊരു രീതിയുണ്ട് ഡോക്ടേഴ്സ്, ഓർത്തോ. അതും വളരെ കണ്ണിങ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഓർത്തോ ഡോക്ടർമാരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. സാധാരണ ഒരു ഡോക്ടറും പിടിച്ചിടാൻ നിൽക്കാറില്ല. ഗൗതം ആശുപത്രിയിൽ പോയി ഓർത്തോ ഡോക്ടറെ കാണിക്കാതെ ഇത് പിടിച്ചാൽ ആരെങ്കിലും നിൽക്കാറുണ്ടോ? ഇല്ല. പക്ഷേ നമ്മുടെ നാട്ടുപാരമ്പര്യത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റുകളൊക്കെ ഉണ്ട്. അതെ, ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് വളരെ കൃത്യമായി പരിശീലനം കിട്ടുന്നുണ്ട്. അവർക്കറിയാം ഏതൊക്കെ ഭാഗം എങ്ങനെയൊക്കെയാണ്, അവരെ പറ്റി ഞരമ്പുകളെ പറ്റി വരെ അവരെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാം, യന്ത്രസഹായത്തോടുകൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ആയുർവേദത്തിലും അതുപോലെ തന്നെ ഈ കളരി മർമ്മ ചികിത്സകളിലുമൊക്കെ ഈ മസാജിങ് ഉണ്ട് എന്ന് കരുതി ആയുർവേദത്തെ പ്രൊമോട്ട് ചെയ്യാൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഇതൊരു വലിയ മസാജിങ് ഒരു നല്ലൊരു എന്താണ് ടൂറിസം മേഖലയിലേക്ക് കൊണ്ടുപോകുന്നു. അത് അറിയാത്ത ആളുകൾ പോലും ഏറ്റെടുത്ത് ഇങ്ങനെ മരണത്തിലേക്ക് പോകാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. വലിയ പ്രശ്നമാണ്. ഇത്തരം രീതിയിലുള്ള മസാജിങ്ങുകളൊക്കെ ഒരു യൂട്യൂബ് കണ്ട് മാത്രം പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം രീതിയിൽ ആളുകൾ മാറുമ്പോഴാണ് ഇത് അപകടത്തിലേക്ക് നയിക്കുന്നത്. കാരണം ശരീരത്തിലെ ഏറ്റവും മർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ളതാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ അത്രയും സൂക്ഷ്മതയും ശ്രദ്ധയും
പഠനവും നടത്തേണ്ടത് വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടോ എന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരിശോധന നടത്തണം. അത് നോർമലി നമ്മൾ ഇത്ര പറഞ്ഞ് ചെയ്താൽ മതി. കാരണം ഒരാളുടെ അടുത്തൊന്നും ഇത് ചെയ്യിപ്പിക്കാതിരിക്കുക. ആയുർവേദ ഡോക്ടർമാർ അങ്ങനെ നല്ല എന്താണ് കളരി ചികിത്സകളൊക്കെ നടക്കുന്ന അംഗീകൃത സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുക. ഈ മസാജിന് പിന്നെ എന്താണ് അംഗീകാരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുക. വേറെ ഒരു ഷോപ്പുകളിൽ നിന്നും ഇത്തരം കഴുത്തുമായി ബന്ധപ്പെട്ട ഒന്നും ചെയ്യാതിരിക്കുക.